ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എസ്എസിൻ്റെ ടാപ്പുണ്ട് കിച്ചണിലൊക്കെ നമ്മൾ വയ്ക്കുന്നതാണ് സിങ്കിന് വേണ്ടിയിട്ട്. അതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്പിൻഡിൽ ചേഞ്ച് ചെയ്തായിരുന്നു. സ്പിൻഡിൽ ചേഞ്ച് ചെയ്തതിന് ശേഷവും നമ്മൾ ലീക്കൊക്കെ നിന്നായിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പിൻഡിൻ്റെ, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒരു മോർ ദാൻ 5 ഇയേഴ്സായി ടാപ്പ്. ഇപ്പോൾ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. സ്ക്രൂ നമ്മൾ ഇവിടെ അലൻ കീ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് ടൈറ്റായിട്ട് നിൽക്കുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പുതിയ ടാപ്പ് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ടാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആദ്യം പുതിയൊരു ടാപ്പ് നമുക്ക് മേടിക്കാം. നിങ്ങൾ ഈ ടാപ്പ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിന്ന് വരുന്ന ടാങ്കിൻ്റെ വാൾവ് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ മാർക്കറ്റിൽ 2-3 ടാപ്പ് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 590 ടാപ്പാണ് വരുന്നത്. അപ്പോൾ അത് ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഞാനൊരു 690 ടാപ്പാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. ഓക്കെ, എസ്എസിൻ്റെ ടാപ്പാണ്. നിങ്ങൾക്ക് വേണ്ട 2 ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ടെഫ്ലോൺ ടേപ്പും വേണം. അതിവിടെ നമ്മൾ ചുറ്റി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ പൈപ്പ് റേഞ്ചും കൂടി ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് പഴയ ടാപ്പ് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഊരിയെടുക്കേണ്ട ഈ ഒരു സെക്ഷനാണ്. അത് നിങ്ങൾക്ക് കൈവച്ച് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ഊരിയെടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല സ്പാനറോ അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ട്വിസ്റ്റ് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പൈപ്പ് റേഞ്ച് എടുത്തൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ എസ്എസിൻ്റെ ഏരിയ തന്നെ ഇത്തിരി സ്മൂത്ത് ആയത് കാരണം അപ്പം നമുക്ക് പിടുത്തം കിട്ടുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പിൻഡിൽ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് സാധാരണ സ്പാനർ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഒരു വലിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ സ്പാനറോ അങ്ങനത്തെ കറക്റ്റായിട്ട് പിടിക്കാനുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട്, കാരണം ലെഫ്റ്റ് സൈഡിൽ ഇത്തിരി ഏരിയ കുറവായത് കാരണം എനിക്ക് മൊത്തം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സ്പാനർ വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന റിങ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പുതിയ ടാപ്പിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആ പിരിയുടെ ഏരിയയിൽ നമ്മൾ ടെഫ്ലോൺ ടേപ്പ് ചുറ്റുന്നത്. ടെഫ്ലോൺ ടേപ്പ് ചുറ്റിയിട്ട് വേണം നമുക്ക് ടൈറ്റായിട്ട് നമ്മുടെ നേരത്തെ വരുന്ന പൈപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടെഫ്ലോൺ ടേപ്പ് ചുറ്റി കഴിഞ്ഞു. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് കയറിയിട്ട് കുറച്ച് ടൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ബാക്കി ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു രീതിയിൽ സ്ക്വയർ പൈപ്പ് ആയത് കാരണം നമുക്ക് ആ പൈപ്പ് റേഞ്ച് ഒരുവിധം പിടിക്കും. പൈപ്പ് റേഞ്ച് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. കറക്റ്റ് പൊസിഷനിലേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ ടൈറ്റ്നെസ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ ടോപ്പിലെ പോർഷൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ടോപ്പിലെ പോർഷൻ ഇൻസേർട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലെ പോർഷൻ അത് ട്വിസ്റ്റ് ആവില്ല. താഴത്തെ ഒരു നട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ആ നട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വലി പൈപ്പ് ഫിക്സിങ് കഴിഞ്ഞു. കാരണം ഇത്രയ്ക്ക് ഈസി ആണ് പൈപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണിത്. ഓക്കെ, അപ്പോൾ ആകെ നിങ്ങൾക്ക് പൈപ്പിൻ്റെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൈമും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അല്ല ലീക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്ക് അടിക്കുക. ഓക്കെ, വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.